ശ്രീതട്ട കേരളത്തിലെ പാഠ്യപദ്ധതിയിലേക്ക് ഹെഡ്ഗേവാറും വീർ സവർക്കറും ഒക്കെ കടന്നു വരുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം എതിർത്തുന്ന ഒരു നിലപാടാണ് കേരളത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെയായിരിക്കും ഈ PMശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള പാഠ്യപദ്ധതിയിലെ പരിഷ്കരണവും ബാക്കി കാര്യങ്ങളൊക്കെ? മനു, ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ തന്നെ PM ശ്രീയായിട്ടൊക്കെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഉയർന്ന വിമർശനമാണ് സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്താനുള്ള ശ്രമം എന്നുള്ളത്. ഇന്നിപ്പോൾ അതിന് അനുമതി നൽകി അല്ലെങ്കിൽ അതിൽ ധാരണാപത്രം ഒപ്പിട്ട CPM അടക്കം ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. സംഘപരിവാറിൻ്റെ അജണ്ടകൾ കുട്ടികളിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ വർഗീയത കുത്തിവെക്കും എന്നൊക്കെയാണ്. അതുവരെ എന്തൊക്കെയാണോ പ്രതിപക്ഷ കക്ഷികൾ വിമർശിച്ചുകൊണ്ടിരുന്നത് അതെല്ലാമാണ് ഇവരുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇത് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇന്ന് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന. രഹസ്യ അജണ്ട പരസ്യമാക്കി. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് സുരേന്ദ്രൻ പറഞ്ഞത്? ഇനി കേരളത്തിലെ കുട്ടികളും ഹെഡ്ഗേവാറിനെ കുറിച്ച്, വീർ സവർക്കറിനെ കുറിച്ച്, ദീൻ ദയാൽ ഉപാധ്യായെ കുറിച്ചൊക്കെ പഠിക്കും. ആർക്കും തടയാൻ കഴിയില്ല. താല്പര്യമുള്ളവർ പഠിച്ചാൽ മതിയെന്നാണ്. ഇതെങ്ങനെയാണ് താല്പര്യം? ഒരു സിലബസിലേക്ക് ഒരു വിഷയം ഉൾപ്പെടുത്തിയാൽ അതെല്ലാവരും പഠിക്കും. ഇത് തന്നെയാണ് നേരത്തെ മുതലുള്ള വിമർശനം. ആ വിമർശനമാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞാണ്. ഇപ്പോൾ അതിനുശേഷം വി ശിവൻകുട്ടി പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊരു ന്യായീകരണമോ അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ കുട്ടികൾ ഇനി പഠിക്കുക, ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കില്ല, ഇതിലെല്ലാം നടത്തുന്നു. നമ്മൾ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള PM ശ്രീയിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. അപ്പോൾ അവിടെ നിന്ന് കേന്ദ്ര ഫണ്ട് കൂടെ വാങ്ങിയാൽ അത് എന്തൊക്കെയാണോ കേന്ദ്ര നിർദ്ദേശങ്ങൾ അത് സ്വാഭാവികമായി ഇവിടെ നടപ്പിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ സ്കൂളുകളുടെ നിലവാരം ഉയർത്താനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിലും മാത്രം ഫണ്ടെന്നല്ലല്ലോ വരുന്നത്. വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കേന്ദ്രം എന്തൊക്കെ തീരുമാനമെടുക്കുന്നോ സ്വാഭാവികമായും ഇന്നല്ലെങ്കിൽ നാളെ അത് കേരളവും നടപ്പിലാക്കേണ്ടി വരും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴത്തെയും കേരളത്തിലെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ CPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നത്. ഇതിൽ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും അവസാനം വന്ന ഒരു മാസ് ഡയലോഗ് കൊണ്ടൊന്നും കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഇത് ഭാവിയിലേക്ക് തന്നെ എന്താണോ സംഘപരിവാർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അതിലേക്ക് തന്നെ കാര്യം എത്തുന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന. PMശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തെരുവിലെത്തി നിൽക്കുകയാണ്. AESF ഉൾപ്പെടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വരെ സമരമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഗവൺമെന്റ് ഒരു നയമാറ്റം? CPI അടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു നയമാറ്റത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയെങ്കിലും നിയമപരമായിട്ടെങ്കിലും ഇനി മുമ്പോട്ട് വേറെ ഏതെങ്കിലും നിലപാട് മാറ്റാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഇതിൽ നിലപാട് മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിന് ഒപ്പിടുന്നതിന് മുമ്പ് മുന്നണിയിലെങ്കിലും ഒരു ചർച്ച നടക്കണം. അങ്ങനെ ഒരു ചർച്ചയും CPM നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ മന്ത്രിസഭയിലോ CPM മന്ത്രിമാരോ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇന്നലെ മന്ത്രി GR അനിൽ തന്നെ പറഞ്ഞത് 2 തവണ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചു, ഒരു മറുപടിയും കിട്ടിയില്ല. അവസാന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒരു അക്ഷരം മിണ്ടിയിട്ട് പോലും ഇല്ല എന്നാണ്. അപ്പോൾ അത് തന്നെ വളരെ വ്യക്തമായി CPMൻ്റെ തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അറിയുന്ന CPMലെ പല മന്ത്രിമാരും ഇതിൽ ഒപ്പിട്ടത് അറിഞ്ഞതുപോലും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടി ഒരു തീരുമാനമെടുക്കുന്നു. അത് വളരെ നയപരമായ ഒരു തീരുമാനം, പാർട്ടി സെക്രട്ടറി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു തീരുമാനമെടുത്തു, അവരത് കൃത്യമായി നടപ്പിലാക്കി. ഇതിനകത്ത് CPI അറിഞ്ഞതുപോലെ ഒപ്പിട്ടതിന് ശേഷമാണ്, ഒപ്പിട്ടതായി കേൾക്കുന്നു എന്നൊക്കെയാണ് വാർത്ത പോലും വന്നത് ജനയുഗത്തിൽ. അപ്പോൾ ഇതാണ് CPMൻ്റെ നിലപാട്. CPM കൃത്യമായി ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു. ഇതിലൊരു നിലപാട് മാറ്റം എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു കരാർ ഒപ്പിട്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ട് എങ്ങനെ പിന്മാറുമെന്നാണ്? പിന്മാറുന്നതെന്ന് ഇനി നടക്കുന്നത് എത്രത്തോളം നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായി ഒരു ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി അതുമായി മുന്നോട്ട് പോവുക, അതിൻ്റെ കേന്ദ്ര ഫണ്ട് വാങ്ങുക, അല്ലെങ്കിൽ അവർ പറയുന്ന വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക. ഇതേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. CPIയുടെ സ്വാഭാവികമായി അവരെ എതിർത്തുകൊണ്ടിരുന്ന ഒരു വിഷയം, അവരത് പാടില്ല എന്ന് പറഞ്ഞൊരു വിഷയം അവരെ പോലും വിശ്വാസത്തിലെടുക്കാതെ അവരെ പോലും അറിയിക്കാതെ നടപ്പിലാക്കുമ്പോൾ അവർക്ക് ഈ രീതിയിലല്ലേ പെരുമാറാൻ പറ്റൂ, ഈ രീതിയിലേ പ്രതിഷേധിക്കാൻ പറ്റൂ. എന്നാലും പ്രതിഷേധം എന്താണ് പ്രതിഷേധമായിട്ട് വരുന്നത്? ഈ ഒരു നയം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനമെടുത്തത് വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല. ഇത് മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കലും ഈ ഒരു നയം തീരുമാനിക്കില്ല. ഈ CPI ഒരിടത്തും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നില്ല. CPMനെ ഒരു പേരിനൊന്ന് പറഞ്ഞു പോകുന്നു. പിന്നെ
മൊത്തം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. ഇന്ന് നമ്മുടെ ജനയുഗത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ആ എഡിറ്റോറിയൽ മൊത്തം വായിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെയും അല്ലെങ്കിൽ PM ശ്രീയുടെയൊക്കെ കുറിച്ചുള്ള വിമർശനങ്ങളാണ് നിറയെ. ഒരു വരിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്നത്. അത് പേര് പോലും പറയുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടെന്നാണ് പറയുന്നത്. ഈ എഡിറ്റോറിയൽ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരിടത്ത് പോലും CPM എന്നോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നോ പറഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ CPIയുടെ വിമർശനം. അപ്പോൾ CPI ഞങ്ങളെതിരാണ് എന്നുള്ള ഒരു സന്ദേശം മൊത്തം കൊടുക്കുക, അല്ലെങ്കിൽ ഇനി CPIയുടെ ഈ പറയുന്ന കടുംപിടുത്തത്തിനെല്ലാം എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തെളിയണമെങ്കിൽ അവർ കടുത്ത തീരുമാനം, സംസ്ഥാന കൗൺസിൽ കൂടി ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് പറയാൻ. അതിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കടുത്ത തീരുമാനം വന്നാൽ അവരുടെ ജെനുവിനിറ്റി നമുക്ക് അംഗീകരിക്കാം. അല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണ്, AISFകാരെയും അതുപോലെ AIYFകാരെയൊക്കെ നിരത്തിലിറങ്ങി സമരം ചെയ്യിക്കുക, മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുക. ഇതൊരു സാധാരണ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ്. CPI എപ്പോഴൊക്കെ തിരുത്തൽ ശക്തി ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ രീതിയിൽ തന്നെയാണ് പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന് എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് നിന്ന SFI ആണ്. അപ്പോൾ CPM ഇതിന് അനുകൂല നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SFI ഏത് രീതിക്കായിരിക്കും ഇനി മുന്നോട്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാം? അല്ല, CPM വളരെ വ്യക്തമായിട്ട് അവരുടെ നിലപാടും നയവും വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് SFIക്ക് എന്ത് പ്രതിഷേധം ഉണ്ടാവുക? SFIക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇന്ന് ചെയ്തത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഞങ്ങളുടെ ആശങ്കകൾ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ശരി, നിങ്ങളുടെ ആശങ്കകൾ കൂടി പരിഗണിക്കാം. ഇതിൽ കൂടുതൽ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം SFIക്ക് നടത്താൻ കഴിയില്ല. ഏത് വിഷയത്തിലാണ് SFIക്ക് നടത്താൻ കഴിയുന്നത്? ഇപ്പോൾ തന്നെ ഈ SFI ചെല്ലുന്നതിന് മുമ്പ് ABVP പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ വീട്ടിൽ ചെന്ന് കണ്ട് അനുമോദിക്കുകയും ചെയ്തു. ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് ആ രീതിയിൽ അവരത് ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. പിന്നെ SFIയുടെ കാര്യം നോക്കുകയാണെങ്കിൽ SFI മുമ്പ് സമരം ചെയ്ത പല വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുന്നയിച്ച പല നയങ്ങളും നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്ത നയങ്ങളെല്ലാം ഈ പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് പ്രമുഖനായ TP ശ്രീനിവാസൻ്റെ മുഖത്തടിച്ച പാർട്ടിക്കാരാണ് SFIക്കാർ. എന്നിട്ട് ഇപ്പോൾ പിണറായി സർക്കാർ ആ നയം നടപ്പിലാക്കി. ഇവിടെ SFI എന്ത് സമരം ചെയ്തു, എന്ത് പ്രതിഷേധം ഉണ്ടാക്കി? അതുകൊണ്ട് തന്നെ SFIക്ക് കാര്യമായ ഒരു പ്രതിഷേധമൊന്നും ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല, അതിനുള്ള അനുമതിയും കിട്ടത്തില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പം ശിവൻകുട്ടിയെ കണ്ട് അവർ നടത്തിയത്. ഇനി ഇവരിതിന് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെന്ന് ഇവരെങ്ങനെ വിശദീകരിക്കും, അല്ലെങ്കിൽ എന്ത് ന്യായീകരണം നിരത്തും എന്നുള്ളതാണ്. കാരണം CPMൻ്റെയും SFIയെയും സംബന്ധിച്ചിടത്തോളം എന്തുണ്ടെങ്കിലും അവർക്ക് ന്യായീകരണങ്ങളാണുള്ളത്. എന്ത് ന്യായീകരണം നിരത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഞങ്ങൾ സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കില്ല, സംഘപരിവാർ പറയുന്ന രീതിയിൽ ഞങ്ങൾ സിലബസ് ഉണ്ടാക്കില്ല, സിലബസ് എല്ലാം സ്റ്റേറ്റാണ് തീരുമാനിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത്. ഇനി ഹെഡ്ഗേവാറിനെയും അതുപോലെ സവർക്കറെയൊക്കെ കുട്ടികൾ പഠിപ്പിക്കുമെന്ന്. ഇനി SFIക്കാർ എന്ത് വിദ്യാർത്ഥികളോട് പറയുമെന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്.